CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജനവിധി തേടി നാട് തിരഞ്ഞെടുപ്പിന്റെ ചൂടിൽ നിൽക്കുമ്പോൾ വണ്ടൂരിൽ കൗമാരകലയുടെ അരങ്ങുണർന്നു. 5 പകലിരവുകളിൽ അരങ്ങേറുന്ന കലാവിസ്മയങ്ങളുമായി വണ്ടൂർ VMCG HSSൽ 36ാമത് മലപ്പുറം ജില്ലാ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. ചെർപ്പുളശ്ശേരി നഗരസഭയിൽ മത്സരരംഗത്ത് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും 11ാം വാർഡിൽ EV നൌഷാദ് ജനവിധി തേടും. തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിനായി PV അൻവർ വരുമെന്നും നൌഷാദ്. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുടെ സമ്പൂർണ്ണ വിജയം ഉറപ്പാക്കുന്നത് ലക്ഷ്യം വെച്ച് LDF ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചേർന്നു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. ചെർപ്പുളശ്ശേരി നഗരസഭയിൽ മത്സരരംഗത്ത് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും 11ാം വാർഡിൽ EV നൌഷാദ് ജനവിധി തേടും. തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിനായി PV അൻവർ വരുമെന്നും നൌഷാദ് പറഞ്ഞു. മുഖപരിചയം പുറത്തെല്ലാവരും ഉണ്ടാവും. ഒരു പത്രസമ്മേളനം നടത്തുന്നത് ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു കുറവും പോരായ്മകളും ഉണ്ടാവും, ക്ഷമിക്കണം. പക്ഷേ നമ്മൾ ചെറിയ കാര്യങ്ങൾ തുറന്നു കാണിക്കാനും അതേപോലെ എൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനാണ് ഞാൻ നിങ്ങളെ എല്ലാവരും ക്ഷണിച്ചിരുന്നത്. രാവിലെ ഞാൻ 15ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ കാരണം പലതുമാണ് അറിയാം. നിങ്ങൾക്ക് 10 വർഷമായിട്ടുള്ള 5 വർഷമായിട്ട് മാറി മാറി വരുന്ന ഭരണങ്ങളും അതുപോലെ അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ വരുമ്പോഴുള്ള പ്രഖ്യാപനങ്ങളും ഇന്നലെ മിഞ്ഞാന്നൊക്കെ 2-3 കൺവെൻഷൻ ഞാൻ കണ്ണു നേരിട്ട് 1 മണിക്കൂർ ലൈവായിട്ട് കണ്ടിരുന്നതാണ്. മറ്റേ UDFിൻ്റെയും LDFിൻ്റെയൊക്കെ അവരെ പ്രഖ്യാപനങ്ങളും പോരായ്മകളും രണ്ടും കൂട്ടും തമ്മിൽ പിന്നെ വഴിചാരി കാലങ്ങളും ഇത് മുന്നോട്ട് പോവാണ്. ഈ 5 വർഷം അവരെ മാക്സിമം ഫണ്ടുകൾ സ്വരൂപിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല. അതേപോലെ ജനങ്ങളിലേക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല. അത് വാസ്തവമാണ്. നിങ്ങൾക്ക് പത്രക്കാർക്കും വാർത്താ മാധ്യമക്കാർക്കും എല്ലാം അറിയാം. നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് പല സമയങ്ങളിലും. അതുപോലെ തന്നെ ഇവിടുത്തെ ആരോഗ്യമേഖല, അതാണ് ഇന്നത്തെ എൻ്റെ ചർച്ചാ വിഷയം. CCN ചെർപ്പുളശ്ശേരി. ജനവിധി തേടി നാട് തിരഞ്ഞെടുപ്പിന്റെ ചൂടിൽ നിൽക്കുമ്പോൾ വണ്ടൂരിൽ കൗമാരകലയുടെ അരങ്ങുണർന്നു. 5 പകലിരവുകളിൽ അരങ്ങേറുന്ന കലാവിസ്മയങ്ങളുമായി വണ്ടൂർ VMCG HSSൽ 36ാമത് മലപ്പുറം ജില്ലാ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. ചരിത്രസ്മരണ നിറഞ്ഞു നിൽക്കുന്ന വണ്ടൂർ VMCG HSS 2ാം തവണയാണ് ജില്ലാ കലോത്സവത്തിന് ആതിഥേയമരുളുന്നത്. 19 വേദികളിലായാണ് മത്സരം. കലോത്സവത്തിന്റെ രജിസ്ട്രേഷൻ പൂർത്തിയായപ്പോൾ പങ്കെടുക്കുന്നവരുടെ എണ്ണം 11,301 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നവരെക്കാൾ കൂടുതലാണിത്. കൂടെയെത്തുന്ന അധ്യാപകരും രക്ഷിതാക്കളും പരിശീലകരും വിധികർത്താക്കളും നാട്ടുകാരും കൂടിയാകുമ്പോൾ 20,000-ലേറെ പേരാണ് കലോത്സവ വേദികളിലെത്തുക. കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് പ്രോഗ്രാം കമ്മിറ്റി അറിയിച്ചു. 19 വേദികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. നാളെ മുതൽ എല്ലാ വേദികളും ഉണരുന്നതാണ്. അതിന് IT റൂമിലും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് പ്രോഗ്രാം റെക്കോർഡ് മറ്റ് കാര്യങ്ങളെല്ലാം വളരെ ശക്തമായി നല്ല രീതിയിൽ തന്നെ നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതിനായി KSTA ഈ വർഷം പ്രോഗ്രാം ഏറ്റെടുത്തപ്പോൾ നമ്മുടെ ഫുൾ ടീം ഇവിടെ സന്നദ്ധരായിട്ടുണ്ട്. എല്ലാ തരത്തിലും ഈ മേളയെ ഒരു വൻ വിജയമാക്കി തീർക്കാനും കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു മികച്ച മേളയാക്കി മാറ്റുന്നതിനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് എല്ലാവിധ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. രചനാ മത്സരങ്ങൾക്കൊപ്പം പൂരക്കളി, കേരള നടനം, ഓട്ടൻതുള്ളൽ, ബാൻഡ്, പരിചമുട്ട്, യക്ഷഗാനം, വാദ്യങ്ങൾ എന്നീ ജനകീയ ഇനങ്ങളും ആദ്യ ദിനത്തിന് മാറ്റേകി. വേദി 7ൽ ഹൈസ്കൂൾ വിഭാഗം കഥകളി സംഗീതത്തോടെയാണ് സ്റ്റേജ് മത്സരങ്ങൾ തുടങ്ങിയത്. എന്തങ്ങീതേ വിശക്കും നേരം ദൈതേളഭിപതെന്ത എന്തങ്ങീതേ വിശക്കും നേരം മയി ദേവി.
വേദി 8-ൽ HSS വിഭാഗം ആൺകുട്ടികളുടെ കേരള നടനവും നടന്നു. വേദി 5-ൽ ഹൈസ്കൂൾ വിഭാഗം പൂരക്കളിയായിരുന്നു പ്രധാന ഇനം. മികച്ച മത്സരമാണ് പൂരക്കളിയിൽ മത്സരാർത്ഥികൾ കാഴ്ചവച്ചത്. വേദി 6-ൽ ഹൈസ്കൂൾ വിഭാഗം പരിചമുട്ടുകളിയും നടന്നു. കലാമാമാങ്കത്തിന്റെ ആദ്യ ദിനം തന്നെ ഗോത്രകലകളും അരങ്ങിലെത്തി. വേദി 13-ൽ 5 ഗോത്രകലകളാണ് മത്സരത്തിനുണ്ടായിരുന്നത്. മലപ്പുലയാട്ടം, പളിയനൃത്തം എന്നിവയാണ് ആദ്യ ദിനം വേദിയിലെത്തിയത്. വിദ്യാർത്ഥികൾ മത്സരത്തിൽ മികവ് പുലർത്തി. അവസാന ദിനം മംഗലം കളി, പണിയനൃത്തം, ഇരുളനൃത്തം എന്നിവയും നടക്കും. CCN പെരിന്തൽമണ്ണ. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുടെ സമ്പൂർണ്ണ വിജയം ഉറപ്പാക്കുന്നത് ലക്ഷ്യവെച്ച് LDF ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചേർന്നു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഒരുമിച്ച് ഒരിടക്കായി ഒരു ശബ്ദമായി ഒരു രാഷ്ട്രീയ ലക്ഷ്യമായി LDF കേരളത്തിൽ UDF BJP അത് സാധിക്കില്ല. പ്രഖ്യാപനത്തിന് ശേഷം രണ്ടാളും മരിച്ചു. BJP ശ്രമിച്ചിട്ടില്ലാതെ വിറ്റ് മത്സരിക്കാൻ കൊടുക്കാത്ത വേറൊരാളും ആത്മഹത്യക്ക് ശ്രമിച്ചു മരിച്ചിട്ടില്ല. കോൺഗ്രസിലെ 3 PCC ജനറൽ സെക്രട്ടറിമാരെ ഇന്ന് ഉച്ചവരെ രാജിവെച്ചു. ഇനി ദിവസങ്ങൾ കഴിയുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കാതെന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ UDFന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് രാഷ്ട്രീയമായി ഉറച്ചു നിന്ന് മത്സരിക്കാൻ ശേഷിയില്ല. മൂന്നാമത്തെ കാര്യം, 10 കൊല്ലമായി കേരളത്തിൽ LDFന്റെ ഭരണം തുടർച്ചയായി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇനി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇരിക്കാനൊന്നും സമയമില്ലാതെ ഒരു സ്ഥലത്ത് ഇരിക്കാനും സമയമില്ലാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാണ് നമ്മൾ 10 കൊല്ലം തയ്യാറുമായി ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള LDFന്റെ ഭരണം കേരളത്തിൽ വന്നിട്ട് ഏത് ജനവിഭാഗത്തിലാണ് ഈ സർക്കാരിന്റെ ആനുകൂല്യം ലഭിക്കാതെ പോയിട്ടുള്ളത്? ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഉന്നയിക്കുന്നതാണ്. M. സെയ്താലി അധ്യക്ഷനായി. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KP സുരേഷ് രാജ്, NCP ജില്ലാ വൈസ് പ്രസിഡന്റ് P. മൊയ്തീൻകുട്ടി, CPM ഏരിയ സെക്രട്ടറി K. ജയദേവൻ, CPI മണ്ഡലം സെക്രട്ടറി K. വേണുഗോപാലൻ, LDF നേതാക്കളായ B. രാജേഷ്, MC വാസുദേവൻ, MK ദേവി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. രാജിക, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി AK. ഷീലാദേവി തുടങ്ങിയവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം.
ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിവിധ വാർഡുകളിലായി മത്സരിക്കുന്ന കരിമ്പുഴ പഞ്ചായത്ത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം പി എ തങ്ങൾ പ്രഖ്യാപിച്ചു. 7-ാം വാർഡ്, 12-ാം വാർഡ്, 13-ാം വാർഡ്, 14-ാം വാർഡ്, 18-ാം വാർഡ്, 19-ാം വാർഡ്, ഇത്രയും വാർഡുകളിലാണ് നമ്മൾ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിക്കുന്നത്. അപ്പം അതിലെ നമ്മൾ ഓരോ വാർഡിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും. അപ്പോൾ ഇനി മുതൽ നമ്മൾ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകണം. ഞാൻ എല്ലാ വാർഡിലും വരും. നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ സ്ഥാനാർത്ഥി ആരായെന്ന് നോക്കാതെ പാർട്ടിയെ വിജയിപ്പിക്കുക, അതാണ് നമ്മുടെ മുമ്പിലുള്ള കാര്യം. എസ് മുഹമ്മദ് അധ്യക്ഷനായി. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി സി പി സ്വാദിഖ് മുഖ്യപ്രഭാഷണം നടത്തി. പി മുഹമ്മദ് അലി സ്വാഗതവും ബഷീർ ഇ പി നന്ദിയും പറഞ്ഞു. ഹംസ നബിയത്ത്, ഉമ്മർ കുന്നത്ത്, കെ അബ്ദുറഹ്മാൻ, കെ മരക്കാർ, ഹബീബ് തങ്ങൾ, ത്വാഹിർ തങ്ങൾ, ഷിഹാബ്, സമദ്, സെയ്തലവി കോരത്ത്, കെ സെയ്തലവി എന്നിവർ പങ്കെടുത്തു. ജില്ലാ യൂത്ത് ലീഗിന്റെ സെക്രട്ടറിയും CCN കടമ്പഴിപ്പുറം. കേരള സംസ്ഥാന ഫാർമസി കൗൺസിലും കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 64ാമത് ദേശീയ ഫാർമസി വാരാഘോഷത്തിന് മണ്ണാർക്കാട് കുമരംപുത്തൂരിൽ തുടക്കമായി. നവംബർ 16 മുതൽ 22 വരെ നീണ്ടുനിൽക്കുന്ന വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം സംസ്ഥാന ഫാർമസി കൗൺസിൽ അംഗം കെ പി സണ്ണി നിർവഹിച്ചു. ഫാർമസിസ്റ്റ് സമൂഹം നമ്മളിപ്പോ ഫാർമസി രംഗത്ത് ഡിപ്ലോമ മാത്രമല്ല, ബി ഫാം ഉണ്ട്, എം ഫാം ഉണ്ട്, ഫാം ഡി കോഴ്സ് ഉണ്ട്, അതിൽ തന്നെ PhD എടുക്കുന്നവരുണ്ട്. അപ്പോൾ വിപുലമായ രീതിയിൽ വിഭിന്നമായ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഫാർമസിസ്റ്റ് സമൂഹത്തെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കുറിച്ച് പഠിക്കുന്നു, രോഗിയെക്കുറിച്ച് പഠിച്ച് അവർ മരുന്ന് എഴുതും. പക്ഷെ നമ്മളെക്കുറിച്ച് നമുക്കൊരു അഭിമാനമുണ്ട്. ആ എഴുതുന്ന മരുന്ന് കണ്ടുപിടിച്ചതാരാണ്? അതാരെങ്കിലും ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്? അത് ഫാർമസിസ്റ്റ് ആണ് എന്ന അഭിമാനത്തോടു കൂടി പറയാൻ നമുക്ക് കഴിയുന്നുണ്ട്. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പൊതുസമൂഹത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എല്ലാ മരുന്നുകളും ഫാർമസിസ്റ്റാണ്. സ്വന്തം മകൾക്ക് അതിയായ ഒരു ജലദോഷവും ചുമയും വന്നപ്പോൾ ഒരു ഫാർമസിസ്റ്റ്, ലണ്ടനിലുള്ള ഒരു ഫാർമസിസ്റ്റ് തൻ്റെ മകളുടെ അസഹനീയമായ അവസ്ഥ കണ്ട് കാംഫറും മെന്തോളും ചേർത്ത് ഉണ്ടാക്കിയ ഒരു ലോഷൻ പുരട്ടിക്കൊടുത്തു. അത് അസുഖം മാറാനുള്ളതല്ല, ഒരു ആശ്വാസത്തിന് വേണ്ടി ഉണ്ടാക്കി. KPPA ജില്ലാ പ്രസിഡന്റ് സുഭാഷ് നാവായത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഫാർമസി മേഖലയുടെ പ്രാധാന്യം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വാരാഘോഷം സംഘടിപ്പിക്കുന്നത്.
KPPA ജില്ലാ സെക്രട്ടറി വി മണി, ജനറൽ സെക്രട്ടറി സുഹേബ്, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അജിത് കെ ജയദേവ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലീന, ജില്ലാ വൈസ് പ്രസിഡന്റ് CP ജയശങ്കർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങളും സംഘാടക സമിതി പ്രവർത്തകരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. CCN ചത്തല്ലൂർ. കുമരംപുത്തൂർ മേലാറ്റൂർ സംസ്ഥാന പാതയിലെ ഭീമനാട് പള്ളിപ്പടിക്ക് സമീപം KSRTC ബസ് റോഡിന്റെ വശത്തെ ചാലിലേക്ക് ഇറങ്ങി അപകടത്തിൽപ്പെട്ടു. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് തിരുവിഴാങ്കുന്ന് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ് അപകടത്തിൽപ്പെട്ടത്. എതിരെ വന്ന മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെയാണ് ബസ് നിയന്ത്രണം വിട്ട് റോഡിന്റെ വശം ചേർന്നുള്ള ആഴമേറിയ ഭാഗത്തേക്ക് ഇറങ്ങിയത്. റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലമായതിനാൽ വശം ചേർന്ന ഭാഗം താഴ്ന്ന നിലയിലായിരുന്നു. അപകടത്തെ തുടർന്ന് ബസ് മറിയാതിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി. അപകട വിവരം അറിഞ്ഞ് ഓടിയെത്തിയ നാട്ടുകാർ ചേർന്ന് ബസ് തള്ളി റോഡിലേക്ക് കയറ്റാൻ ശ്രമം നടത്തിയെങ്കിലും ആഴമേറിയ കുഴിയിൽ നിന്ന് വാഹനം ഉയർത്താൻ സാധിച്ചില്ല. തുടർന്ന് JCB എത്തിച്ച് കയർ കെട്ടി വലിച്ചാണ് ബസിനെ സുരക്ഷിതമായി പുറത്തെടുത്തത്. CCN ചത്തല്ലൂർ. മണ്ണാർക്കാട് കോട്ടപ്പാടം തിരുവിഴാങ്കുന്ന് റോഡിൽ പാറപ്പുറം ഭാഗത്ത് കാറും സ്കൂൾ ബസും കൂട്ടിയിടിച്ച് അപകടം. ചൊവ്വാഴ്ച രാവിലെ 9:30ഓടെയാണ് സംഭവം. അമിത വേഗതയിൽ വന്ന കാറാണ് അപകടത്തിന് കാരണമായതെന്ന് നാട്ടുകാർ പറഞ്ഞു. അപകടത്തിൽപ്പെട്ടത് പ്രദേശത്തെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ബസും ഭീമനാട് ഫെയ്ത്ത് ഇന്ത്യ സ്കൂളിലെ വിദ്യാർത്ഥികളെ താൽക്കാലികമായി കൊണ്ടുപോവുകയായിരുന്ന കാറുമാണ്. അപകടത്തിന്റെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. കാർ ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് കാര്യമായ പരിക്കേൽക്കാതെ രക്ഷപ്പെടാൻ സാധിച്ചു. CCN ചത്തല്ലൂർ. ചെണ്ടകലാകാരൻ കരിക്കാട് മുരളിക്ക് 60ാം പിറന്നാൾ ദിനത്തിൽ നാടിന്റെയും ശിഷ്യരുടെയും ആദരം. സമ്മേളനം ശ്രീകൃഷ്ണപുരത്ത് പരമേശ്വരൻ നമ്പൂതിരി മടപ്പിള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. PV മുരളീധരൻ അധ്യക്ഷനായി. എഴുത്തുകാരൻ NP വിജയകൃഷ്ണൻ, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, M മധു കോട്ടയ്ക്കൽ, ആര്യവൈദ്യശാല ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TS മാധവൻകുട്ടി, ഡോക്ടർ ദേവൻ നമ്പൂതിരി, അത്തിപ്പറ്റ രവീന്ദ്രൻ, ശബരീഷ്, ഗീത രാമചന്ദ്രൻ, തിരുവേഗപ്പുറ കൃഷ്ണകുമാർ, രാമൻ നമ്പൂതിരി, ഡോക്ടർ വേണുഗോപാൽ, മഞ്ചേരി ഹരിദാസ്, പോരൂർ ശങ്കരനാരായണൻ, പോരൂർ ഹരിദാസ്, പോരൂർ ഉണ്ണികൃഷ്ണൻ, PV ശശിധരൻ, തൃപ്പലമുണ്ട നടരാജവാര്യർ തുടങ്ങിയവർ സംസാരിച്ചു. അഷ്ടപതി, കേളി, കൈക്കൊട്ടിക്കളി തുടങ്ങിയവയും നടന്നു. CCN കടമ്പഴിപ്പുറം. ഹിന്ദു സമൂഹം നിലവിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ ഭാരതീയ ഹിന്ദു ലീഗ് എന്ന പേരിൽ പുതിയ പാർട്ടി രൂപീകരിച്ചതായി സംസ്ഥാന ഭാരവാഹികൾ അറിയിച്ചു. നിലമ്പൂരിൽ നടന്ന പാർട്ടിയുടെ രൂപീകരണ യോഗത്തിലാണ് പുതിയ പ്രഖ്യാപനം നടത്തിയത്. ഭാരതീയ ഹിന്ദു ലീഗ് എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുത്തിരിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ. ദേശീയ പാർട്ടിയായിട്ട് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ഇന്നലെ കൂടിയ യോഗത്തിൽ തീരുമാനിച്ചു. മാത്രമല്ല, ഭാരതീയ ഹിന്ദു ലീഗ് ഇനി മുതൽ കേരളത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ ഒരു കൂട്ടായ്മ രൂപം കൊടുത്തിരിക്കുകയാണ്. SC വിഭാഗത്തിൽ സിവിൽ സർവീസ് പഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യുകയും SC കുടുംബങ്ങൾക്ക് അരി വിതരണം നടത്തുകയും ചെയ്തുകൊണ്ടാണ് പാർട്ടി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ ഹിന്ദുക്കൾ, വിഘടിച്ചു നിൽക്കുന്ന ഹിന്ദുക്കൾ, ചെറുമൻ, പണിയൻ, നായർ, നമ്പൂതിരി തുടങ്ങി കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, ഹിന്ദു തുടങ്ങിയ ആളുകളൊക്കെയാണ് ഇതില്. അപ്പൊ എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് ഒരു കൂട്ടായ്മ രൂപീകരിക്കുക. സന്യാസി വര്യന്മാരെയും ജാതി സംഘടനകളെയും എല്ലാം ചേർത്തുകൊണ്ട് അതിലെ അവശ്യ വിഭാഗങ്ങളെ സാമ്പത്തികമായും അല്ലാതെയും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ, മദ്യത്തിന്റെ ദൂഷ്യവശത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണങ്ങൾ തുടങ്ങി ഹിന്ദുക്കളുടെ മുന്നേറ്റം തന്നെ. ഇത് നിലമ്പൂര് LIC ഓഫീസിന്റെ അടുത്താണ് ഇതിന്റെ കാര്യാലയം. നിലമ്പൂര് കോവിലകത്തുമുറിയാണ് ഇതിന്റെ ആസ്ഥാന മന്ദിരം വരുന്നത്. പാർട്ടി ചെയർമാൻ P രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട്, രഞ്ജിത്ത് ഷേണായി കൊടുങ്ങല്ലൂർ, S സുനിൽകുമാർ കൊല്ലം, L മഞ്ജു എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചത്. CCN മലപ്പുറം. വഖഫ് സ്വത്തുക്കൾ കേന്ദ്ര പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ പരിഹരിക്കുന്നതിനും അവബോധം നൽകുന്നതിനുമായി നവംബർ 19 കൊണ്ടോട്ടിയിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുന്നു. വഖഫ് ബോർഡിന്റെ സഹകരണത്തോടെ അഖില കേരള വഖഫ് സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയിലെ കേസിന്റെ പൂർണ്ണമായ വിധി വന്നില്ല. ആ വിധി വരുന്നതിന് മുമ്പ് തന്നെ ഗവൺമെന്റ് അതിന്റെ
കടുപ്പം പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. ഈ ഡിസംബർ 6-ാം തീയതിക്ക് മുമ്പായി രേഖകൾ സമാഹരിച്ച് അത് സെൻട്രൽ ഗവൺമെന്റിന്റെ സെൻട്രൽ വഖഫ് കൗൺസിലിന്റെ പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യണം. എന്നിട്ട് സുരക്ഷിതം വരുത്തണം. അത് സമയമൊന്ന് നീട്ടിത്തരാനുള്ള അപേക്ഷ കൊടുത്തിട്ട് പോലും സുപ്രീം കോടതി അത് മാറ്റിവെച്ചു എന്നല്ലാതെ അതൊന്നും ഫലം കിട്ടിയിട്ടില്ല. അപ്പോൾ സംഗതി ഈ ഡിസംബർ 6-ാം തീയതിക്ക് മുമ്പ് എല്ലാ വഖഫ് ഭൂമിന്റെയും കൈവശമുള്ള ഭൂമിന്റെയും രേഖകൾ വഖഫ് ബോർഡിൽ കൊടുത്ത ഭൂമിന്റെ ഒന്നും കൂടി വേണം. അത് രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ രജിസ്ട്രേഷൻ നടത്തിയില്ലെങ്കിൽ പിടിച്ചെടുക്കാനുള്ള അവസരം പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. 6-ാം തീയതി കഴിഞ്ഞാൽ, ഡിസംബർ 6 കഴിഞ്ഞാൽ എങ്ങനെ വരും അതിന്റെ നിയമം എന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ വെച്ചിരിക്കുന്ന വിഷയം, ഇത് പാവം ജനങ്ങളെ മഹല്ലുകൾ ഭരിക്കുന്ന അഥവാ കമ്മിറ്റികളിലെ ആളുകൾക്കൊക്കെ തന്നെ ഇതെന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സ്തബ്ധാവസ്ഥയിലാണ്. എങ്ങനെ അപ്ലോഡ് ചെയ്യണം, അതിന്റെ സാങ്കേതിക പരിജ്ഞാനം എങ്ങനെയാണ്, അതും അവർക്ക് അതിനെപ്പറ്റി അവബോധമില്ല. അതുകൊണ്ട് അവരൊന്ന് ഒരു അവയർനെസ് ക്ലാസ് കൊടുത്ത്, ഗൈഡൻസ് ക്ലാസ് കൊടുത്തിട്ട് ഇങ്ങനെ രൂപത്തിൽ വേണം, അതോടെ അപ്ലോഡിങ് അതിന്റെ ടെക്നിക്കൽ ഗൈഡൻസ് കൊടുത്ത് അതും അവരെ ഒപ്പം നിന്ന് സഹായിക്കേണ്ട ഒരു ഘട്ടമാണ്. കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യർ സ്മാരക ഹാളിൽ രാവിലെ 9 മുതൽ വൈകുന്നേരം 3 മണിവരെയാണ് ക്ലാസ് നടക്കുക. ഡിസംബർ 6-ാം തീയതിക്ക് മുൻപായി കൈവശമുള്ള എല്ലാ രേഖകളും കേന്ദ്ര പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണമെന്നാണ് സർക്കാർ ഉത്തരവ്. രേഖകൾ സമർപ്പിക്കാത്ത പക്ഷം സ്വത്തുക്കൾ പിടിച്ചെടുക്കുന്നതുൾപ്പെടെയുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകാൻ സാധ്യതയുണ്ട്. നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചു വരുന്ന പള്ളിസ്ഥലങ്ങൾ, ഖബർസ്ഥാനുകൾ, മറ്റു സ്ഥാപനങ്ങൾ എന്നിവ രേഖകളുടെ അഭാവത്തിൽ നഷ്ടപ്പെടാതിരിക്കാൻ വഖഫ് ഭാരവാഹികൾ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചാണ് പ്രധാനമായും ക്ലാസിൽ വിശദീകരിക്കുന്നത്. മതരാഷ്ട്രീയ നേതൃത്വത്തിന്റെ സാന്നിധ്യത്തിൽ ഇതു സംബന്ധിച്ചു നടക്കുന്ന മുത്തവല്ലിമാരുടെയും മഹല്ല് ഭാരവാഹികളുടെയും വഖഫ് നാദിർമാരുടെയും സമ്മേളനം കോഴിക്കോട് വലിയ ഖാസി പാണക്കാട് നാസിർ അബ്ദുൽ ഹൈ ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഞങ്ങൾ ജില്ല തോറും ഇത്തരം ഗൈഡൻസ് ക്ലാസുകളും ഈ സാങ്കേതിക വിജ്ഞാനം കൊടുക്കുന്ന ഒരു കൂട്ടായ്മയും ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. കോഴിക്കോട് കുറ്റിക്കാട്ട് ഓർഫനേജിൽ കഴിഞ്ഞ തവണ 8-ാം തീയതി സമഗ്രമായി നടത്തി 500-ലധികം ഇത്തരം ആളുകൾ വന്നു ചേർന്നു. ഇനി പലരും മെസ്സേജ് വരികയാണ്. ഞങ്ങൾക്ക് മെസ്സേജ് വരുന്നത് ഞങ്ങൾ ഫോണിൽ, മലപ്പുറം ജില്ലയിലാണ്, ഞങ്ങൾ ഇന്നോർ ജില്ല ഇന്ന സ്ഥലത്താണ്, ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു അവബോധമൊന്നുമില്ല, നിങ്ങളൊരു ക്ലാസ് നടത്തിയായിരുന്നു. അങ്ങനെ ആരെല്ലാം കണക്കിലെടുത്ത് ഞങ്ങളിപ്പോ ഈ വരുന്ന 19-ാം തീയതി കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യർ ആ സ്മാരകത്തിൽ വെച്ച് ഇതുപോലെ ഒരു ഗൈഡൻസ് ക്ലാസും അതുപോലെ ഏത് രൂപത്തിൽ അപ്ലോഡ് ചെയ്യണം എന്നുള്ള സാങ്കേതിക വിജ്ഞാനം പകർന്നു കൊടുക്കുന്ന ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതെല്ലാവരെയും ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. അത് വിഷയം നന്നായി മുന്നോട്ട് വരണം. അബ്ദുൽ ഖാദർ കാരന്തൂർ, കുട്ടിയ മുഹാജി, MK ഇസ്മായിൽ, അഷറഫ് ഒളവട്ടൂർ, ഫൈസൽ കൊല്ലോളി, KP ഇസ്മായിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനവിധി തേടി നാട് തിരഞ്ഞെടുപ്പിന്റെ ചൂടിൽ നിൽക്കുമ്പോൾ വണ്ടൂരിൽ കൗമാരകലയുടെ അരങ്ങുണർന്നു. 5 പകലിരവുകളിൽ അരങ്ങേറുന്ന കലാവിസ്മയങ്ങളുമായി വണ്ടൂർ BMCG HSSൽ 36ാമത് മലപ്പുറം ജില്ലാ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. ചെർപ്പുളശ്ശേരി നഗരസഭയിൽ മത്സരരംഗത്ത് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും 11ാം വാർഡിൽ EV നൌഷാദ് ജനവിധി തേടും. തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിനായി PV അൻവർ വരുമെന്നും നൌഷാദ്. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുടെ സമ്പൂർണ്ണ വിജയം ഉറപ്പാക്കുന്നത് ലക്ഷ്യം വെച്ച് LDF ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചേർന്നു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.